ഇപ്പോൾ 7 വയസ്സായ എൻ്റെ മോളുടെ മൈൻഡിൽ ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവൾ ഈ ഫോൺ വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് കുറച്ചു നേരം കാണും. ആ സമയത്ത് ഇവള് കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടിയ ആ ചലക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ടിയ ആൻഡ് അദ്വിക് ചതംകുളം എന്ന ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അച്ഛനമ്മമാരുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കറങ്ങി നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അവിടെ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. ടിയ ആൻഡ് അദ്വിക് ചതംകുളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കുറച്ച് ദിവസമായിട്ട്, പ്രത്യേകിച്ച് ഇന്നലെ തൊട്ട് ഈ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് കുറച്ച് കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാനപ്പോൾ ഇവരുടെ സ്ഥിരം ഒരു പ്രേക്ഷകനല്ല ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവരുടെ ചാനലിൽ ഈ കഴിഞ്ഞ ദിവസം ഇട്ട ഒരു വീഡിയോ, 2 കുട്ടികളാണ്, അദ്വിക് അതുപോലെ തന്നെ ടിയ. ഇവരുടെ അമ്മയാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്, ഇവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം 4.65 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതായത് 40 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ഒരു ചാനലാണ്. നല്ല ചാനലാണ്, കുഴപ്പമൊന്നുമില്ല. പിള്ളേരുടെ കാര്യങ്ങളും പരിപാടികളും ഒക്കെയാണ് ഇവർ കാണിക്കുന്നത്. ആയിക്കോട്ടെ, കുട്ടികളുടെ സ്കൂൾ തുറക്കാൻ പോകുന്നു, കുട്ടികൾക്ക് ബാഗും പരിപാടികളും ഒക്കെ മേടിക്കാനായിട്ട് ഇവർ പോകുന്നു. അതൊക്കെ മേടിക്കുന്നു, കൊണ്ടുവരുന്നു, നമ്മളെ കാണിക്കുന്നു. ഇതിൽ ഒരു പരിധിയിൽ കൂടുതൽ എന്താണ് തെറ്റ് എന്ന് ഭൂരിഭാഗം ആളുകളും ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുന്നവർക്കാണ് നിങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാർ തന്നെയാണ് നമുക്ക് പലർക്കും മെസ്സേജ് അയക്കുന്നത്, ഈ ഒരു വീഡിയോ അയച്ചു തന്നിട്ട്. ചോദിക്കുന്ന ചോദ്യം വേറൊന്നുമല്ല, നമ്മുടെ ഒന്നും കുട്ടികൾക്ക് ഇത്രയൊന്നും മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിവില്ലടേ. നമ്മുടെയൊക്കെ കുട്ടികൾ ഇവരുടെയൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ വീട്ടിൽ കിടന്ന് ഒച്ചയും ബഹളം ഉണ്ടാക്കുക. ടിയയ്ക്കും അദ്വിക്കിനും അവരുടെ അമ്മ ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നു, അവരുടെ അച്ഛൻ ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നു, നമുക്കും മേടിച്ചതാ എന്ന് പറഞ്ഞ് കുട്ടികൾ ഒച്ച ഉണ്ടാക്കിയാൽ ടിയയുടെയും അദ്വിക്കിൻ്റെയും മാതാപിതാക്കൾ, നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്ക് മേടിച്ചു കൊടുക്കാൻ കഴിവുണ്ട്, അതിനുള്ള കാശുമുണ്ട്. യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നല്ല കാശ് കിട്ടുന്നുണ്ട്. നല്ല കണ്ടന്റുകൾ കൊടുത്തോ, മക്കൾക്ക് സാധനം മേടിച്ചു കൊടുക്കുന്നതും നാട്ടുകാരെ കാണിച്ചോ, കുഴപ്പമൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വീഡിയോകൾ കാണുന്ന ഒരുപാട് കുട്ടികൾ കാണും. പ്രത്യേകിച്ച് നിങ്ങൾ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അത് കാണാൻ ഒരുപാട് കുട്ടികൾ വരും. അവരുടെ ഒരു മാനസികാവസ്ഥ അത് മനസ്സിലാക്കേണ്ട ഒരു എന്താണ്, നിങ്ങൾക്കൊരു അതിൻ്റെ ബാധ്യതയുണ്ട്. തള്ളിക്കളയാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇനി ഇവർ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം. ഈ 3 ബാഗ്സാണ് വാങ്ങിയത്. ആ ബാഗിൻ്റെ ഉള്ളിൽ ബാഗുകളാട്ടോ. കാരണം നമ്മളിത് 1 ഇയർ ഒരു 1 ഇയറിന് വേണ്ടിയിട്ടുള്ളൊരു അൺബോക്സിങ് ആണ്. അപ്പോൾ ടീക്കുട്ടിയുടെ ഫൈനൽ സ്കൂൾ, ടീക്കുട്ടിക്ക് എവിടെ നിന്ന് എടുത്താലും ശരിയാവില്ല ഗൈസ്, അവൾക്ക് ജുമാട്ടിന് എടുത്താൽ മാത്രമേ ശരിയാവൂ. സോ ഫസ്റ്റ് നമുക്കിതിനൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് പ്രൈസ് ഉണ്ട് കേട്ടോ. ഈ ബാഗ്സിനെല്ലാം 3 സംതിങ് വരുന്ന സംഭവം 1899 രൂപയാണ് ജീനിയുടെ ബാഗ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ടീക്കുട്ടിയുടെ ബാഗാണ്. ഒരു മിനിറ്റ് വന്നാ ഓക്കെ, ഈ ഒരു ബാഗായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ? ഓക്കെ, നല്ല കുട്ടിന് ഓൾറെഡി ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് 2ാമത്തെ ബാഗാണ്. കാരണം നമുക്ക് എന്തായാലും ആവശ്യം വരും കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പുറത്തോട്ടിടാം. എല്ലാ സാധനവും കറക്റ്റ് ഓർഗനൈസ് ചെയ്ത് വെച്ച് തരും. അതാണ് എജുമാട്ടിന്റെ എപ്പോഴും ഒരു സ്പെയർ ബാഗ്. ഈ ഒരു കുഞ്ഞു ബാഗ് ടീക്കുട്ടി സ്പെയർ ആയിട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇല്ല, നമുക്ക് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ നിമിഷം ഇവിടുന്ന് പാലക്കാട് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഇപ്പൊ ബാഗിന്റെ സെക്ഷൻ എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. 1 2 3 3 ബാഗ്സ്. ഇനി അടുത്തത് ലഞ്ച് കിറ്റ്സ് പരിചയപ്പെടുത്തി തരാം. ഇത് ടിയക്കൂട്ടിയുടെ ലഞ്ച് കിറ്റ്, ദെൻ ഇത് അദ്വിക്കുട്ടന്റെ ലഞ്ച് കിറ്റ്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് എവിടെ ഈ 2 കുട്ടികൾക്കായിട്ട് എന്തിനാ ചേച്ചി 3 ബാഗ്? നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ബാഗ്, ഇപ്പൊ ഈ വർഷം ഒരു ബാഗ് മേടിച്ചെന്ന് വിചാരിച്ചോ, എങ്ങനെ പോയാലും ഒരു 2 കൊല്ലമെങ്കിലും ആ ബാഗ് ഉപയോഗിക്കണം. അത് ഉപയോഗിച്ചേ പറ്റൂ, അല്ലാതെ പുതിയ ബാഗൊന്നും നമുക്കാർക്കും കിട്ടിയിട്ടില്ലടേ അന്ത കാലത്ത്. മനസ്സിലായോ? വീട്ടിൽ മേടിച്ചു തരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലും ആലോചിക്കും വീട്ടുകാർ, എന്തിനാണ് ഇപ്പൊ പുതിയ ബാഗ്, പഴയ ബാഗിനൊരു കുഴപ്പമില്ലല്ലോ. എന്നോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളോട് എത്ര പേരോട് പാരൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നാലും മേടിച്ചൊക്കെ തരും. മനസ്സിലായോ? വലിയ കുഴപ്പമൊന്നും ബാഗിനില്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളും കൂടി ഓടിക്കും, എന്നിട്ട് പകുതിക്കായിരിക്കും മേടിച്ച് തരുന്നത്.
ഇപ്പം നശിഞ്ഞ് കിടക്കുകയാണെങ്കിൽ മേടിച്ച് തരും, പഴയത് ഇട്ടുകൊണ്ട് പോകാനൊന്നും നമ്മളെ സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ചേച്ചി 2 പിള്ളേർക്ക് 3 ബാഗൊക്കെ, നിമിഷ എന്ന് പറയുന്നതാണ് ഇവരുടെ അമ്മയുടെ പേരെന്ന് തോന്നുന്നു. എന്തിനാണ് ചേച്ചി? അല്ല ആയിക്കോട്ടെ, നിങ്ങളിതെല്ലാം കാണിക്കുന്നു, നിങ്ങളുടെ കണ്ടന്റ് ആണ്, കാണിച്ചോളൂ. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അപ്പറെ നിങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ട്, മനസ്സിലായോ? അവരുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾ ഈ മേടിച്ചു കൊടുക്കുന്നതൊക്കെ കൊടുക്കാനൊന്നും പറ്റത്തില്ലായിരിക്കും. നിങ്ങൾ കുട്ടികളാണ്, അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, കുട്ടികളാണ്. അവർക്ക് നിങ്ങളുടെ അത്രയും ഉള്ള ചിന്തിക്കാനുള്ള ബോധമൊന്നും കാണത്തില്ല. അവർക്കിത് കാണുമ്പോൾ ദേ അമ്മ, ദേ അച്ഛ, ദേ അദ്വിക്കിനും അതെ അവക്കും ഒക്കെ അതേ മേടിച്ചു കൊടുക്കുന്നു, ഞങ്ങൾക്ക് എന്താ മേടിച്ചു തരാത്തതെന്നും പറഞ്ഞ് കുട്ടികൾ വീട്ടിൽ കിടന്ന് ഒച്ച ഉണ്ടാക്കിയാൽ ഉണ്ടാക്കില്ല എന്നല്ല, ഉറപ്പായിട്ടും പിള്ളേർ വഴക്കുണ്ടാക്കും. ചെയ്യുന്നത് തെറ്റാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? എപ്പോഴെങ്കിലും? ഇത്രയും കാശുള്ളതുകൊണ്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ ഇത്രയും ചെയ്തു കൊടുക്കുമ്പോൾ അപ്പുറം ഒരു കൂട്ടം കുട്ടികൾ ഒന്നുമില്ലാത്ത, ചിലപ്പോൾ 2-3 വർഷം കൂടുമ്പോഴായിരിക്കും ഒരു ബാഗ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കാലത്തും ഉണ്ട്, മനസ്സിലായോ? അതൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. സ്വന്തം മക്കൾക്ക് ഇങ്ങനെ മേടിച്ചു കൊടുക്കുന്നേ, ഇതെല്ലാം നാട്ടുകാരെ കാണിക്കണേന്ന് പറഞ്ഞ് ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നുമില്ലാത്ത കുറച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നത്, അത് പിന്നെയും കാണിച്ചാൽ പിന്നെ ഉണ്ട്, മനസ്സിലാക്കാം. ഇത് കുറച്ച് ഒരു എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണോ? ആ കുട്ടികളെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കുറേ ആളുകൾ അത് ചെയ്യുന്നത് കണ്ടു, ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. 2 കുഞ്ഞു പിള്ളേരാ, അവർക്ക് എന്തറിയാം? പക്ഷേ അവരുടെ പാരൻസ്, നിങ്ങൾക്ക് ഇത്തിരി ബോധമുള്ളവരായിരിക്കത്തില്ലേ? അല്ലെങ്കിൽ ഇത്തിരി ബോധം വേണ്ടേ? നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ വന്ന് വിളമ്പിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ തോൽവി എന്നേ ഞാനതിനെ ഒരു തോൽവിയായിട്ടേ കാണുന്നുള്ളൂ. സ്വന്തം കുടുംബത്തിലെ കാര്യങ്ങൾ നാട്ടുകാരെ കാണിച്ച് കാശുണ്ടാക്കുന്നത് അത് ഭൂലോക തോൽവിയായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ ഇത് ചെയ്യുന്നത് എക്സ്ട്രീം തെമ്മാടിത്തരമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഒരുപാട് കുട്ടികൾ കാണും, അവരുടെ മാനസികാവസ്ഥ, അവരുടെ പാരൻസിൻ്റെ മാനസികാവസ്ഥ, ഇത്രയും അങ്ങോട്ട് മേടിച്ച് കൊടുക്കാൻ കഴിവില്ലാത്ത ഒരുപാട് ആളുകൾ കാണും, ഇല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായമായി പറയുന്നത്, നിങ്ങളുടെ അഭിപ്രായം താഴെ പറയണേ. നമുക്കിനി അടുത്തൊരു വീഡിയോ അതും കൂടെ നിങ്ങൾ കാണണം. അതിനുശേഷം പബ്ലിക്കിന്, നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്കൊക്കെ പോകാം. അതിനു മുമ്പ് ഈ വീഡിയോയും കൂടെ, ഇവരുടെ ഒരു ഷോപ്പിംഗ് വീഡിയോ ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കാണണം. ഫസ്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത് എന്നും നമ്മുടെ എജുമാർട്ടിൽ ബാഗ്സ് തന്നെയാണ് പർച്ചേസ് ചെയ്യുക. ടീക്കുട്ടിക്ക് എവിടെ പർച്ചേസ് ചെയ്താലും അത് ശരിയാവില്ല. ബിക്കോസ് എജുമാർട്ടിൽ പർച്ചേസ് ചെയ്താൽ മാത്രമേ ടീക്കുട്ടിക്ക് ബാഗ് ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലേ ടീയ? ഓക്കെ ഫൈൻ. അദ്വിക്കിന് ബാഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ടീക്കുട്ടിയുടെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറേ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സമൻ വിത്ത്, ഓ ഇൻട്രസ്റ്റിംഗ് നെയിം കേട്ടോ. ഇത് കുഞ്ഞു നമ്മുടെ കുട്ടി സബ്സ്ക്രൈബറാണ്. എനിക്ക് തോന്നുന്നു ഒരു 2 ഇയേഴ്സോളം നമ്മളെ കാണാൻ കൊതിച്ച് നിന്നൊരു കുഞ്ഞുവാവയാട്ടോ. അത് എത്രയല്ലേ പഠിക്കുന്നേ? ഗ്രേറ്റ്. ഒരു ഷേക്ക് കൊടുക്കണ ടീയ. ടീക്കുട്ടിക്ക് ഒരു കുട്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. വർക്ക് ഒരു മിനിറ്റ്, ഫാൻ എടുത്തിട്ട് ഗൈസ് നന്നായിട്ട് ഈയുടെ ഹെയറിൽ ഇങ്ങനെ പിടിച്ചാക്കി. ഇപ്പോൾ ഒരു ഫൈറ്റിങ് കഴിയേണ്ടതായിരുന്നു, അത് പിടിച്ചു. ഓക്കെ, മലേഷ്യയിൽ നിന്ന് ഏതാ കണ്ടേ? യെസ്, നമ്മളിത് വാങ്ങി റോണലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് അദ്വിക്കുട്ടൻ്റെ ഫ്രണ്ടിന്. ഇതെല്ലാം നമ്മൾ മലേഷ്യ. ബാക്കി കേൾപ്പിക്കാം. ഒരു കുട്ടി ആരാധികയൊക്കെ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഞങ്ങളെ. ഇതുപോലുള്ള ഒരുപാട് ആരാധകന്മാർ, കുട്ടി ആരാധകന്മാരും ആരാധികമാരും കാണും നിങ്ങളുടെ ചാനലിന്. മിസ് നിമിഷ, ഒരു നിമിഷം ചിന്തിക്കുക, അവരിലേക്ക് ഈ സാധനമൊക്കെ ഇത്രയും നിങ്ങളെപ്പോലെ ഇത്രയും മേടിച്ച് കൊടുക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരുപാട് പാരൻസിൻ്റെ കുട്ടികൾ കാണുന്നുണ്ടായിരിക്കും. അവരുടെ ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഒരു നിമിഷം അത് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലായോ? ഇങ്ങനെ അങ്ങോട്ട് ലാബിയായിട്ട് കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കുന്നത് നാട്ടുകാരെ കാണിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് അതൊന്നും ചിന്തിക്കുക. നിങ്ങൾ മേടിച്ച് കൊടുക്കുക, നിങ്ങളുടെ കുട്ടികളാണ്, ഓഫ് കോഴ്സ് നിങ്ങൾ മേടിച്ച് കൊടുക്കണം, വേണ്ടാന്ന് ഞാൻ പറയില്ല. പക്ഷേ അതിങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ ഇറങ്ങാതെ പ്ലീസ്, അത്രേ ഉള്ളൂ പറയാൻ. ബാക്കി ചീന കണ്ട സാധനങ്ങളാട്ടോ. ദിസ് വൺ, ഇതൊന്ന് ഓപ്പൺ ചെയ്തേ. എല്ലാം ഇവിടെയൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇതെങ്ങനെ സ്പെഷ്യാലിറ്റി കൂടി ഉണ്ടായിരുന്നില്ലേ മാഡം? എല്ലാ മന്തും ഇവിടെ ഒരു എഡ്യൂക്കേഷൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ കുട്ടികളുടെ ക്ലബ്ബ് ഉണ്ട്. എല്ലാ മാസവും എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ഉണ്ടാവും. ഓക്കെ, ലാസ്റ്റ് മന്ത് ഏപ്രിലിൽ നമ്മളൊരു 1 വീക്ക് ആർട്ട് തെറപ്പി. നമ്മളിനി ബില്ല് എടുക്കാം കേട്ടോ. എന്തൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ചു നമുക്ക് ഇങ്ങനെ നോക്കാം. ഇതിൻ്റെ അൺബോക്സിങ് എന്തായാലും ഉണ്ടാവില്ല ലഡിയ, ഇത് ഓൾറെഡി എല്ലാം അറിഞ്ഞതല്ലേ. ഓക്കെ, ഇതൊരു സാധനം, ആ ന്യൂട്ടെല്ലാം എനിക്കൊന്ന് അൺബോക്സ് ചെയ്യണം.
മെല്ലെ 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 മെല്ലെ. അത് ഓഫീസിലേക്ക് വാങ്ങിയ സംഭവം. ആ ഇവിടെ അദ്ദിക്കുട്ടൻ എന്തൊക്കെ സാധനങ്ങളോ എടുത്തിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ബില്ലിംഗ് സെക്ഷനാണിത്. നമുക്ക് ക്യൂട്ടായിട്ടുള്ള 2 മാഷ്മെല്ലോ എടുത്തിട്ട് തന്നിട്ട്. ഏതാ? ഓക്കെ മതി, ഞാൻ ഇത് കൂടുതൽ കാണിക്കുന്നില്ല. ഇനി ഞാനും കൂടെ കാണിച്ചിട്ട് എന്തിനാ വെറുതെ, വേണ്ട. നിമിഷ എന്ന് പറയുന്ന ലേഡിയോടാണ്, ഇവരുടെ അമ്മയോടാണ്. സിസ്റ്ററെ, ചേച്ചി, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ഇത്രയും മേടിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്, അത് വലിയൊരു കാര്യം തന്നെയാണ്. മനസ്സിലായോ? എല്ലാ പാരൻസിനും അത് പറ്റുന്നില്ല. നിങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം. നിങ്ങൾക്ക് നല്ലൊരു എന്താണ് ക്യാഷ് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് തന്നെ നല്ലൊരു പൈസ വരുന്നതുകൊണ്ടാണ്. മനസ്സിലായോ? സാധാരണക്കാരനൊരു കുടുംബത്തിന് നിങ്ങളീ പോകുന്ന കണക്ക് ഈ തള്ളും വണ്ടിയും പിടിച്ചുകൊണ്ട് പോയിട്ട് ഇത്രയും സാധനങ്ങളൊന്നും മേടിച്ചു കൂട്ടാൻ പറ്റത്തില്ല. സോ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഈ സാധനം എത്തിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കിതിനെ വേറെ രീതിയിൽ കാണാം. കുറച്ചും കൂടെ പാരൻസ് കഷ്ടപ്പെട്ട് വീട്ടുകാർക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ഇങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യുന്ന കണക്ക് ചെയ്ത് കൊടുക്കണം എന്ന് ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക്. പക്ഷേ സാധാരണക്കാരനെ കൊണ്ട് നടക്കത്തില്ല ചേച്ചി. എല്ലാവരെ കൊണ്ടും നിങ്ങളെപ്പോലെ ഈ യൂട്യൂബ് ചാനലും തുടങ്ങി 4 മില്യനൊക്കെ ഉണ്ടാക്കി നടക്കുന്ന കാര്യമല്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ കാണുന്ന ചാനൽ ആണ് നിങ്ങളുടെ പിള്ളേരുടെ പേരിലുള്ള ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഒരുപാട് കാണാൻ വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവരിലേക്ക് എത്തിക്കാതിരിക്കുക. സാധാരണക്കാർ ഒരുപാട് പേരുണ്ട്. എന്തിനാ അങ്ങനെയുള്ള സാധാരണക്കാരൻ്റെ വീട്ടിലെ സമാധാനം നിങ്ങളായിട്ട് ഇല്ലാതെയാക്കുന്നത്? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. സാധാരണക്കാരൻ്റെ വീട്ടിലെ സമാധാനം ഇല്ലാതാവും. മനസ്സിലായോ? പിള്ളേർ സമാധാനം കൊടുക്കത്തില്ല അച്ഛനമ്മമാർക്ക്. ഇത് ഞാൻ പറയുന്നതല്ല, ഒരുപാട് അച്ഛനമ്മമാർ പറയുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ കേട്ടോ. കുട്ടി എന്തോ ഒരു വ്ളോഗ് കണ്ടിട്ട് അവിടുന്ന് എന്തോ സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനുള്ള അവരെ പോലെ റിച്ചും അല്ല. നമ്മൾ റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയുക, മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബിൽ പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള്, ഇന്ന് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിലോ ഇപ്പൊ എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാ. കുഞ്ഞു മക്കളുടെ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കണ്ട ടീയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടീയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറേ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. അതിപ്പോ എനിക്കിപ്പോ എവിടെയെങ്കിലും വന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് റീച്ച് കിട്ടില്ല. ആ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ചാനൽ മനസ്സിലായിട്ട് എന്താ പറ്റെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഇവര് വീഡിയോ ചെയ്തോട്ടെ. വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല. നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസും നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. ഇപ്പൊ എനിക്കിഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഫർദർ ഫേസ്ബുക്കിൽ ഉണ്ടാവുക. അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവരുടെ കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്ന് ചെയ്യും. അതൊന്നും നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എൻ്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവരെ ഫാമിലിയിൽ മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം ഒരു പക്ഷേ, എല്ലാം പ്രൊമോഷൻ വീഡിയോസ് ആയിരിക്കാം. നമുക്കിതൊന്നും സാധ്യമല്ല. കുഞ്ഞു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 7 വയസ്സായ എൻ്റെ മോളുടെ മൈൻഡില് ആ കുട്ടി രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് അവൾ ഈ ഫോൺ വെച്ചിട്ട് എന്തായാലും വീഡിയോസ് കുറച്ചു നേരം കാണും. ആ സമയത്ത് ഇവള് കാണുന്ന വീഡിയോസ് ഫുള്ള് ഈ ടീയ ആ ചലക്കുന്നതാണ് ഇവിടെ എല്ലാ സമയത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവരോട് നമുക്ക് നമ്മൾ ആരും ഒന്നുമല്ല കേട്ടോ. നമ്മള് പേഴ്സണലി ഇവരെ കുറിച്ച് ഒന്നുമല്ല. നമ്മൾ സാധാ നോർമൽ ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് ഇവരെ കുറിച്ചോ നമുക്കൊന്നും അറിയില്ല. പക്ഷേ മതി. ടിയ ആൻഡ് അദ്വിക്കിന്റെ അമ്മ നിമിഷ എന്നാണ് തോന്നുന്നു ആ ലേഡിയുടെ പേര്. സിസ്റ്ററെ, നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ തന്നെ പറയുന്നതാണ്. അവർക്ക് വീട്ടിൽ കിടന്ന് സമാധാനത്തിൽ ഉറക്കണം. നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ കട്ടൻ്റാണ്, ആയിക്കോളൂ, ആവണ്ടെന്ന് നമ്മൾ പറയില്ല. പക്ഷേ
അത് മറ്റുള്ള കുടുംബത്തിലെ സമാധാനം ഇല്ലാതാക്കുന്നതാവരുത്. പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കാനായി. 2 പിള്ളേർക്ക് വേണ്ടി 3 ബാഗൊക്കെ നിങ്ങളെ കൊണ്ട് മേടിക്കാനേ പറ്റുള്ളൂ. അത് വേണമെങ്കിൽ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഇതേ അവിടെ കയറിപ്പോയെന്നും പറഞ്ഞ് പുതിയ സാധനം മേടിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതൊക്കെ മറ്റുള്ള കുടുംബത്തിൽ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.